എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ, അത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഉപയോഗിച്ച് അത് ചെയ്യുന്നത് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ മെത്തേഡിൽ നിന്ന്, അതായത് ഷോർട്ട് കട്ട് മെത്തേഡിൽ നിന്ന് ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി പ്രൈം ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. നമുക്കിവിടെ കണ്ടിന്യൂസ് സീരീസിൽ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്നായിരുന്നു അതിൻ്റെ ആ ഒരു ഫോർമുല അല്ലേ. ഇവിടെ നമുക്കൊരു കോമൺ ഫാക്ടർ, അതായത് സി കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ഡി എന്നുള്ളത് ഇവിടെ ഡി പ്രൈം, ഡി എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു ഡാഷ് അല്ലെങ്കിൽ വൺ ഡി ഡാഷ് അല്ലെങ്കിൽ ഡി പ്രൈം എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുത്ത് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ ഓരോന്നും എന്താണെന്നുള്ളത്. എ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അസ്യൂംഡ് മീനാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത പോലെയാണ് ചെയ്യുന്നത്, അതായത് അസ്യൂംഡ് മീൻ എടുക്കണം. അതുകൂടാതെ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി തന്നെയാണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് എ ആണല്ലേ. അതായത് ഓരോ വാല്യൂവിനെ നമ്മൾ ആ വാല്യൂവിൽ നിന്നും അസ്യൂംഡ് മീൻ കുറച്ച് നമ്മൾ ഡി കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അത് ഡി പ്രൈം ആണ്. അപ്പോൾ ഡി പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീനെ നമുക്കൊരു കോമൺ ഫാക്ടർ ഉണ്ട്, ഒരു കോമൺ വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോമൺ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10, 20, 20, 30, 30, 40 അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇൻ്റർവലിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കുക. അതായത് 10ഉം 20ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10 ആണല്ലേ. ബാക്കി 20ഉം 30ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇൻ്റർവലിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാം 10 ആണ്. അപ്പോൾ കോമൺ ഫാക്ടർ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? ഇവിടെ സി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ 10 ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ 10 എങ്ങനെയാണ് തീരുമാനിച്ചത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവൽ അല്ലേ, അത് 10ൻ്റെ ഡിഫറൻസ് വെച്ചാണ് ക്ലാസ് ഇൻ്റർവൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കോമൺ ഫാക്ടർ 10 ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫാക്ടറാണ്. എൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്രീക്വൻസി അല്ലേ, സിഗ്മ എഫ്. അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു മെത്തേഡിൽ കണ്ടതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് സീരീസിലെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇക്വേഷൻ അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഫോർമുല ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ എന്നായിരുന്നു. ഇവിടെ എ പ്ലസ് സിഗ്മ എഫ് ഡി പ്രൈം ഡിവൈഡഡ് ബൈ എൻ എന്നാണ് അല്ലേ. അതായത് നമുക്കിവിടെ ഡി പ്രൈം കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇൻറ്റു സി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ആണല്ലേ. ഈ ഒരു കേസിൽ നമ്മൾ 10 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കോമൺ ഫാക്ടർ നമ്മൾ അവസാനം മൾട്ടിപ്പിൾ കഴിഞ്ഞ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ടു ഫൈൻഡ് അരിത്മാറ്റിക് മീൻ ഫ്രം ദി ഫോളോവിങ് അല്ലേ. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് അരിത്മാറ്റിക് മീൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം മാർക്ക് നമ്മൾ എഴുതുന്നു അല്ലേ. ക്ലാസ് ഇൻ്റർവൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ അതേപോലെ തന്നെ താഴോട്ട് ഇറക്കി എഴുതുന്നു. അതിനുശേഷം നമ്മൾ എക്സ് എഴുതുന്നു അല്ലേ. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ മിഡ് വാല്യൂ ആണല്ലേ. അതായത് കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ എക്സ് ഈ ഒരു ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂവിനെ എടുക്കണം. 10നും 20നും ഇടയ്ക്കുള്ള സെൻറ്റർ പോയിൻ്റ് ഏതാണ്? 15 ആണല്ലേ മിഡ് വാല്യൂ. 20ഉം 30ഉം എത്രയാണ് അതിൻ്റെ ഇടയിലുള്ളത്? 25 ആണല്ലേ. നമുക്ക് അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയെടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ മിഡ് വാല്യൂ കിട്ടും അല്ലേ. 20 + 30 50, 50 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 25 അല്ലേ. ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 30നും 40നും ഇടയ്ക്കുള്ള മിഡ് വാല്യൂ 35. അപ്പോൾ അങ്ങനെ മിഡ് വാല്യൂസ് എല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അല്ലേ. ഈ ഒരു സൊല്യൂഷനിൽ 45 ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ 35 എടുത്താലും 55 എടുത്താലും ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ആൻസർ തന്നെ ലഭിക്കും. അപ്പോൾ ഒരു കോമൺ ഇവിടെ നമ്മുടെ ഒരു അസ്യൂംഡ് മീൻ അല്ലേ, കോമൺ ഫാക്ടർ അല്ല, അസ്യൂംഡ് മീൻ നമ്മൾ എടുക്കുന്നു 45 എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുന്നു അല്ലേ. അതിൻ്റെ ടോട്ടൽ ഇത് നമുക്ക് വയ്ക്കാം. അതായത് എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഇവിടെ 100 കിട്ടും. ഇനി നമുക്ക് എക്സ് മൈനസ് എ അല്ലേ. ഇവിടെ എ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? 45 ആണല്ലേ. എക്സ് മൈനസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് 45 ആണ്. അതാണ് ഡി എന്ന് പറയുന്നത് അല്ലേ. ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സിൽ നിന്ന് 15ൽ നിന്ന് 45 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് -30 കിട്ടും. 25ൽ നിന്ന് 45 കുറയ്ക്കുന്നു, -20 കിട്ടും. അതായത് ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇതിൽ നിന്ന് നമ്മൾ അസ്യൂംഡ് മീൻ പറഞ്ഞ പോലെ എക്സ് -45 നമ്മൾ കുറയ്ക്കുകയാണ് അല്ലേ. ഇനി 45ൽ നിന്ന് 0 കുറച്ച് 45 കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. 55ൽ നിന്നാണ് 45 കുറയ്ക്കുന്നതെങ്കിൽ +10 കിട്ടും. അതുപോലെ നമ്മൾ എല്ലാ ഐറ്റവും കണ്ടുപിടിക്കുന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഡി പ്രൈം എന്ന് പറയുന്നത്.
ഇതാണ് ഈ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ വ്യത്യാസമുള്ളത്. ഡി പ്രൈം നമുക്ക് കണ്ടുപിടിക്കണം. ഡി പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെത്തിയ ഡീനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കോമൺ ഫാക്ടർ അല്ലേ, അതായത് 10, 20, 20, 30 എല്ലാത്തിൻ്റെയും വ്യത്യാസം 10 ആയതുകൊണ്ട് കോമൺ ഫാക്ടർ നമ്മൾ എന്തായിട്ട് എടുക്കും? 10 എന്ന് എടുക്കും. അപ്പോൾ ഡീനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി നോക്കുക, -30 എന്നാണ് ഇവിടെ ഡി വന്നിരിക്കുന്നത് അല്ലേ. -30 ഡിവൈഡഡ് ബൈ 10 എന്ന് വെച്ചാൽ എത്ര വരും? -3 എന്ന് വരും അല്ലേ. -30 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് -3 എന്നാണ് വരിക അല്ലേ. 30/10 3 ആണല്ലേ. മൈനസ് സംഖ്യ ആയതുകൊണ്ട് ഒരെണ്ണം മൈനസ് സംഖ്യ ആയതുകൊണ്ട് -3 എന്ന് എഴുതണം. കാൽക്കുലേറ്റർ ചെയ്താലും മതി. -20 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 എന്ന് വരും. -10 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ -1 വരും അല്ലേ. അടുത്തത് 0, then +1, +2, +3. അപ്പോൾ ആ രീതിയിൽ കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഡി പ്രൈം കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തായിരുന്നു ഇക്വേഷന് പറഞ്ഞിരിക്കുന്നത്? സിഗ്മ എഫ് ഡി പ്രൈം എന്നാണ് അല്ലേ. അതായത് എഫിനെ നമ്മൾ എന്ത് ചെയ്യണം? എഫിനെ ഈ ഒരു ഡി പ്രൈം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 8 × -3 -24, 10 × -2 -20, 12 × -1 അല്ലേ -12. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കിയെല്ലാം കണ്ടുപിടിക്കുന്നു അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഒരു എഫ് ഡി പ്രൈമിൻ്റെ ഈ ഒരു കോളമാണ് നമ്മൾ ടോട്ടൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി പ്രൈം കിട്ടും അല്ലേ. ഇവിടെ 46 ലഭിക്കും അല്ലേ. മൈനസ് സംഖ്യ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് -56ഉം പ്ലസ് എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് -102 കിട്ടും. അപ്പോൾ ഇത് നമ്മളെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന് ചിഹ്നം പ്ലസ് ഇട്ടു. അപ്പോൾ 46 കിട്ടി. അപ്പോൾ നമുക്ക് എന്നും കിട്ടി, 100 കിട്ടി. കോമൺ ഫാക്ടർ നമുക്കറിയാം 10 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി പ്രൈം ഡിവൈഡഡ് ബൈ n × c എന്നാണ് അല്ലേ. നമ്മളിവിടെ c കണ്ടുപിടിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. c എന്ന് വെച്ചാൽ 10 ആണല്ലേ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, d ഡിവൈഡഡ് ബൈ 10 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ സംഖ്യകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? d എന്ന് വെച്ച് കഴിഞ്ഞാൽ x - a ആണ്. അതായത് അസ്യൂംഡ് മീൻ, അത് നമ്മുടെ ഓരോ എക്സിൻ്റെ വാല്യൂവിൽ നിന്നും ഓരോ ഡിജിറ്റിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് d എന്ന് പറയുന്നത്. d പ്രൈം എന്ന് വെച്ചാൽ d/c ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കുക, എക്സ് ബാർ ഈക്വൽ ടു 45. അസ്യൂംഡ് മീൻ, നമ്മുടെ അസ്യൂംഡ് മീൻ ഏതായിരുന്നു? 45 ആയിരുന്നു. അപ്പോൾ അസ്യൂംഡ് മീൻ എടുത്തെഴുതി. പ്ലസ് 46 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 46 എന്ന് വെച്ചാൽ സിഗ്മ എഫ് ഡി പ്രൈം അല്ലേ. അപ്പോൾ 46 നമുക്ക് കിട്ടിയിരുന്നു. 46 ഡിവൈഡ് ബൈ 100 അല്ലേ. പ്ലസ് ഇൻറ്റു എന്താണ്? ഇൻറ്റു c ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു 10 ആണ് ഇവിടെ കോമൺ ഫാക്ടർ. അപ്പോൾ നമുക്ക് 46 ഡിവൈഡ് ബൈ 100 × 10 ചെയ്യുക. അതിനുശേഷം 460 ബൈ 100 കിട്ടും അല്ലേ. അതിൻ്റെ കൂടെ 45 കൂട്ടുമ്പോൾ നമുക്ക് 460 ഡിവൈഡ് ബൈ 100 4.60 കിട്ടും. അതിൻ്റെ കൂടെ 45 കൂട്ടുമ്പോൾ 49.60 നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ, അതായത് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫോമാണെന്ന് പറയാം. ആ ഒരു സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെത്തേഡിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡയറക്റ്റ് മെത്തേഡോ ഷോർട്ട് കട്ട് മെത്തേഡോ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡോ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആ ഒരു മെത്തേഡിൽ ആ ഒരു പ്രോബ്ലം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക്